ഷൈൻ ടോം ചാക്കോയുടെ അവസാന ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിൽ. കൊച്ചി വേദാന്ത ഹോട്ടലിൽ ഷൈൻ്റെ മുറിയിൽ എത്തിയവരിൽ ചിലരുടെ മൊഴി പോലീസ് തേടി. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, അവസാന ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? മാത്രമല്ല, ഈ കൊച്ചി വേദാന്ത ഹോട്ടലിൽ ഷൈൻ്റെ മുറിയിൽ എത്തിയവരുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോ സംസ്ഥാനം വിട്ടതായി പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരുന്നു, ഉറപ്പിച്ചിരുന്നു. ഇപ്പോൾ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിലാണ് കാണിക്കുന്നത് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അങ്ങനെയെങ്കിൽ പോലീസിന് തുടങ്ങേണ്ടതായിട്ട് വരും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും വിശദമായിട്ടുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഈ രണ്ടിടത്തും ഷൈൻ ഇല്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉന്നതതല നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ നീക്കണം. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കേസോ മറ്റു കാര്യങ്ങളോ ഇല്ല. പക്ഷേ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു നടൻ, ആ നടനാണ് ഇങ്ങനെ ഒരു ലഹരി പരിശോധന നടക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഈ സംസ്ഥാനമടക്കം ഇവിടുത്തെ സാമൂഹ്യ സംഘടനകളടക്കം ഏറ്റെടുത്ത് നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു നടൻ ആ പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടുന്നത്. അതിന്റെ വ്യക്തത, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഓടിയെന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരം നിയമവഴിയിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ആ ഉത്തരം അത് സാമൂഹ്യപരമായി തന്നെ കേരളത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്ന സമയത്ത് അത് ഷൈൻ ടോം ചാക്കോ എന്നല്ല, ആരായാലും ഏതൊരു മനുഷ്യനായാലും അത്തരത്തിലൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെക്കിങ്ങിനായി വരുമ്പോൾ ആ മനുഷ്യൻ ആരെ അന്വേഷണമാണോ വരുന്നത്, അയാൾ ഇറങ്ങി ഓടുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യും എന്നൊരു ധാരണ ഇവർക്കുണ്ടാവില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ചുറ്റുപാടും വലിയ സുരക്ഷ ഒരുക്കിയ ശേഷം അതിനുശേഷമായിരിക്കണ്ടേ ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തേണ്ടത്? പക്ഷേ ഇവിടെ എളുപ്പത്തിൽ ഇറങ്ങി ഓടാൻ ഒരു അവസരം കൊടുക്കുന്നത് പോലെയായി പോയി. അതാണ് ഇതിന്റെ ഒരു സീക്വൻസ് സൂചിപ്പിക്കുമ്പോൾ. അതായത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ അന്നേ ദിവസം വൈകിട്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ആ ദിവസമാണ് രാത്രിയിൽ ഇത്തരത്തിലൊരു ഡാൻസ് ഓഫ് ടീം അവിടെ എത്തുന്നത്. മറ്റൊരു ലഹരി വിതരണക്കാരനെ തേടിയാണ് ആ ഹോട്ടലിലേക്ക് വരുന്നത്. അവിടെ എത്തി രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പേര് ആണ് മുറിയെടുത്തതായി കാണുന്നത്. അപ്പോൾ ഡാൻസ് ഓഫിന് ഒരു സംശയം വരുന്നു. ഈ ഞങ്ങൾ തേടിയെത്തിയിട്ടുള്ള ഈ ലഹരി വിതരണക്കാരനും ഈ ഷൈൻ ടോം ചാക്കോയും ഒരു മുറിയിലുണ്ടോ എന്ന സംശയം വരുന്നു. അങ്ങനെയാണ് ആ മുറിയിലേക്ക് എത്തുന്നത്. തുടർന്നാണ് ഈ താരം ഇത്തരത്തിൽ ഓടുന്നത്. അങ്ങനെ ഓടുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു പോരാട്ടം ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടത്തുമ്പോൾ ഒരു സിനിമാ താരം, അതും വളരെ പ്രധാനപ്പെട്ട, അന്ന് മുൻപ് കൊക്കൈൻ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ഷൈൻ അല്ല ഇന്നത്തെ ഷൈൻ. അന്ന് അധികം അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു താരം ഇത്തരത്തിൽ ലഹരി പരിശോധനയ്ക്കിടെ, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ചെക്കിങ്ങിനിടെ ഇറങ്ങി ഓടുക എന്ന് പറയുന്നത് അത് ഒട്ടും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, അത് പേടിച്ചിട്ടാണെന്നതടക്കം കുടുംബം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നേരെ ബൈക്കിൽ ബോൾഗാട്ടിയിലെത്തുന്നു, അവിടുത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കുന്നു, തുടർന്ന് അവിടെ നിന്നും കടന്നു കളയുന്ന രീതിയുണ്ട്. ആ രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണം. എന്തായാലും ഒരു കാര്യം പറയാം, അങ്ങനെ ഇറങ്ങി ഓടുന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ ഒരു കോർഡിനേഷനിൽ വലിയ പാളിച്ച സംഭവിച്ചു. ആ കോർഡിനേഷനോട് കൂടി ഈ പറയുന്ന താരത്തെ പിടിച്ച് ആ താരത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഓടി എന്ന കാര്യത്തിൽ ഉത്തരം കിട്ടണം. അതോടൊപ്പം തന്നെ ലഹരി പരിശോധന നടത്തി അത് പോസിറ്റീവ് ആണെങ്കിൽ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ല എങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ട് ഓടി എന്ന കാര്യത്തിൽ കിട്ടിയാൽ മാത്രമേ അത്തരത്തിലൊരു പരിശോധന നടത്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയൂ. അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് പിടിക്കപ്പെടുമ്പോൾ ബാക്കി ലഹരിയുടെ മറ്റെന്തെങ്കിലും അവരുടെ കയ്യിൽ ശേഖരമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നതും ഏറ്റവും പ്രധാനമാണ്, തെളിവാണ്. ഇവിടെ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ ചില പിടിപ്പുകേടുകൾക്ക് നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്തതെന്ന് വേണം പറയാൻ. മാത്രവുമല്ല, യാത്ര ചെയ്ത് തമിഴ്നാട് വരെ എത്തിയെന്ന് പറയുമ്പോൾ അത്രയും ദൂരത്തിൽ എവിടെയും ഒരു വാഹന ചെക്കിങ്ങിനും ഈ സംഘം നിർദ്ദേശം നൽകിയിരുന്നില്ലേ? ഒരു വാഹനത്തിലും പോകുന്ന വഴിയിൽ ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടനെ തിരിച്ചറിയാൻ ഒരാൾക്കും കഴിഞ്ഞില്ലേ? മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലാഘവത്തോടു കൂടി ഈ കാര്യങ്ങൾ എടുത്തു എന്നതാണ്. അതായത് ടെക്നിക്കലായിട്ടുള്ള നിയമവശങ്ങളിൽ മാത്രം ഈ പറയുന്ന കൺസേൺഡ് പോലീസ് അല്ലെങ്കിൽ ഡാൻസ് ഓഫ് ടീം ഒതുങ്ങി നിന്നു. അതായത് ഇതിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഞങ്ങൾ മറ്റൊരാളെ ചെക്ക് ചെയ്തെത്തിയതാണ്, അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓടുന്നത്. തങ്ങളുടെ ലക്ഷ്യം മറ്റ് ഒരു ലഹരി വിതരണക്കാരായിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പേര് സജീർ എന്നോ മറ്റോ ആണ്, ആ സജീർ എന്നെ തേടിയാണ് എത്തിയത്, അപ്പോഴാണ് ഇത്തരത്തിലൊരു താരം ഓടുന്നത് എന്നതായിരുന്നു ഇവരുടെ മുന്നിലുള്ള ഒരു ടെക്നിക്കാലിറ്റി.
പക്ഷേ ആ ടെക്നിക്കാലിറ്റിക്ക് അപ്പുറത്ത് ഇന്ന് കേരളം അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഡാൻസ് ഓഫ് ടീം തന്നെ എത്രയോ കേസുകളാണ് പിടിക്കുന്നത്, എത്രയോ പ്രധാനപ്പെട്ട ഈ ഡ്രഗ് ഇടപാടുകാരെയാണ് വലയിലാക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം എന്തുകൊണ്ട് ഈ ഇവിടെ കാര്യത്തിൽ നടത്തിയില്ല? മാത്രമല്ല അങ്ങനെ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ 10:45 കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 10:45 എന്ന് പറയുന്നത് ഒരു സമയമേ അല്ല രാത്രി. ആ സമയത്ത് പോലും ഇത്തരത്തിലൊരാൾക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുന്നുവെങ്കിൽ അത് ഈ അന്വേഷണ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ കൺസേൺഡ് ഈ പറയുന്ന ഡാൻസ് ഓഫ് യൂണിറ്റ്